ഇരുട്ടാണേ, സൂക്ഷിക്കണേ. സൂക്ഷിച്ച്. പട്ടിയുണ്ടോ? അളിയനുണ്ട്. അളിയനെ പൂട്ടിയിട്ടുണ്ടല്ലോ. മിണ്ടാവാടാ. കോഴിക്കോടെത്താനായി. കോഴിക്കോടോ? അയ്യോ, ഉറങ്ങ. വിളി വിളി. കിടക്കല്ലേ. പോയി കളിച്ചോ. നിർത്ത്. എന്ത് ഭ്രാന്തായത്? അങ്ങനെ ഒരുത്തൻ ഇനി ഇവിടെ സൽക്കരിക്കണ്ട. നിങ്ങൾ കിട്ടോ, ഞാനും എത്തിക്കോളാം. നീ എവിടെ പോവുക? ഞാനങ്ങ് എത്താം, ചെറിയ പണിയുണ്ട്. അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ. എന്താടാ കഷ്ടം? കഷ്ടമല്ല, കാഷ്ടം. പിടിക്കണം വിചാരിക്കണം. കോഴിക്കള്ളന്മാരെ പിടിക്കാൻ വന്നതായിരുന്നു ഞാൻ. അയ്യോ ദൈവമേ, എന്റെ കോഴികളെ മുഴുവൻ ആരോ ഓടിച്ചോട്ട് പോയി. ഞാൻ ഒളിച്ചു നിന്ന് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ കൈവിട്ടുപോയി. അല്ല, കള്ളനാണെന്ന് കരുതി ഞാനാ അവനെ തല്ലിയത്. മോനെ, നിനക്ക് വേദനിച്ചോ? മനസ്സിലായോ? ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷെ മുതുകിനെ നോക്കി ഒരു ഏർ കൊടുത്തു. ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ ഏറിന് ചാവാനാണ് സാധ്യത. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേളുപണിക്കർ പറഞ്ഞത്? ഇരുട്ടത്ത് പിന്നെ ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ വിവരദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരാശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പൊ ഇങ്ങ് എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്തുവാടാ? പേപ്പർ മടക്കിയപ്പോ വിരൽ അതിനിടയിലായി പോയി. ആളിങ് എത്തിയല്ലോ. വരണം, പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു. ആളെ തിരിച്ചറിഞ്ഞോ? പാണ്ടിക്കാരാണ്, പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. കള്ളം, പച്ചക്കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലുമില്ല. കോഴിയേ കണ്ടിട്ടില്ലെന്നോ? അയ്യടാ, ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തിവൈരാഗ്യം കൊണ്ട് അവൻ എന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറുകൊണ്ടൊരു കലയുണ്ട്. ഇല്ല, പച്ചക്കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്ക. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചാട്ടെ. ഞാൻ പല്ലി കേട്ടിട്ടില്ല. മുതുകില് കലയുണ്ടോ നോക്കാൻ അതിനിപ്പം ബ്രേസർ ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിക്കാൻ എനിക്ക് നാണക്കേടാ. ഓ, ഇതിപ്പോ എന്റെ ചാരിത്രവും പോകണം പരിശോധിക്കുന്ന പോലെയാ. വർത്താനം പറയാ, ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കടാ ഷർട്ട്. അഴിക്കടാ. മര്യാദയ്ക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും, ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. അഴിക്കടാ. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാൻ. കാലമായിട്ട് നോക്കി നടക്കുക.
ഒളിപ്പിടി 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 കോമണ കോണ മോഷ്ടിക്കരുത്. അയ്യോ, ഞാനല്ല കോഴിയെ മോഷ്ടിച്ചത് ഞാനല്ല പട്ടി. അയ്യോ, ഓടിയത്. അയ്യോ. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഉടയതമ്പുരാൻ ആകാശത്ത് ഇറങ്ങി വന്ന് നിന്നെ ചൂണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല. പക്ഷേ ഇതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. അയ്യോ, ഞാൻ കള്ളനല്ല, സത്യസന്ധനായ ഒരു നിരപരാധിയാണ്. എടാ നിരപരാധിയുടെ മോനെ, അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴിയിറച്ചിയും മൂക്കറ്റ നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നതല്ലായിരുന്നു. പിന്നെ നട്ടപ്പാതിക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വന്നായിരുന്നോടാ കുറുക്ക? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരെ പിടിച്ച് വേണമെങ്കിലും സത്യം ചെയ്യാം. നിർത്ത്. വ്യക്തമായ തെളിവുണ്ട്. മുതുകിലെ കലയല്ല എന്റെ തെളിവ്. കാണണോ നിനക്ക്? മീനാക്ഷി, മീനു! ഈ ഡയറി തന്നെയല്ലേ? എന്താ വേണ്ടാത്തത്? സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടുകിട്ടിയ തൊണ്ടിയാണിത്. അത് പിന്നെ മിണ്ടിപ്പോരുത്. പെണ്ണുങ്ങളെ പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്തസ്സായി ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചുവിടാ. എന്നാ എന്നെ കൊന്താം. കൊണ്ടാ തന്നെ ഒരു കുറുക്കന്റെ ലക്ഷണം. എന്റെ തൊഴിലാണ് സത്യം. നിർത്ത്. തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത്, കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം. കോഴിയാണ് സത്യം. ഇറങ്ങിപ്പോടാ. ആളെ പഠിപ്പിക്കാ. തനി കുറുക്കൻ തന്നെയല്ലേ? വത്സലെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കും, ഞാൻ കള്ളനല്ല. കുഞ്ചേട്ടൻ കണ്ടതല്ലേ? ആ മഹാഭാവി പാവം ചെയ്യാത്തവനെയാണ് കല്ലെറിഞ്ഞത്. എഫോനൊപ്പം എക്സ് കൂടി ചേർത്ത പൂർണ്ണമായെന്ന് ഇപ്പൊ ബോധ്യായി. നെഞ്ചു വളർന്ന് മസ്തിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കുകയില്ലെന്ന് വെച്ചാൽ എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കും. അന്നതായി അമ്മോ. അയ്യോ, നിനക്കെന്താ ഒരു മൂഡൌട്ട്? ഇഷ്ടം തുറന്നു പറയാനുള്ള ശ്രമം ഇന്നും പരാജയപ്പെട്ട് കാണും. വക്കീല് മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നീ അല്പം സ്പീഡ് കൂട്ടിയേ പറ്റൂ. വൺ വേ ആകുമ്പോ പിന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാലോ, അല്ലേ കൂട്ടുകാരാ? എന്തായാലും മത്സരിക്കാനൊന്നും ഞാനില്ല. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മതി. എനിക്ക് ഉറപ്പാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അല്ല, സപ്പർ സർക്കിറ്റ് എടുത്തിട്ട് കുറെ ദിവസമായില്ലേ? ഇന്നൊന്ന് കളപ്പുര കൂടിയാലോ? വിശാലാക്ഷൻ സംഭവം മറന്നു നീ. ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന നല്ലെന്ന് എനിക്ക് തോന്നണേ. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുന്ന ചൊല്ല്. ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഒര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരുള്ളവനെ ഞാൻ. ഒര നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചുമരങ്ങ് തട്ടിയാ പോരെ? കൊത്തി കൊത്തി തറവാട്ടിക്കൽ കൊത്തല്ലേ? പേരുദോഷം പെങ്ങന്മാർക്ക് മാത്രമൊന്നുമല്ല, എനിക്കുണ്ട്. റാങ്ക് ലിസ്റ്റിനെ വിളിച്ചു വയ്ക്കുന്ന ഒരു അഭ്യസ്ത വിദ്യയാണ് ഞാൻ. അവന്റെ ഒരു റാങ്ക് ലിസ്റ്റ്. എടാ, നിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വിളിയൊക്കെ വലുതാണടാ നമ്മുടെ വിശപ്പിന്റെ വിളി. ഇന്ന് രാത്രി വീണ്ടും നമ്മൾ കൂടും. പദ്ധതിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. തവിടും പിണ്ണാക്കും തിന്നുകൊഴുത്ത നല്ല സുന്ദരി കോഴികൾ. എവിടെ എവിടെ? ഗോപാല മുതലാളിയുടെ വീട്ടിൽ. ചന്തയുടെ വീട്ടിലോ? അതെ. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ പറയാൻ ഒരു തമാശ വേണ്ട. തമാശക്ക് വേണ്ടിട്ടാണെങ്കിൽ റോട്ടിൽ കൂടി തുണിയില്ല നടന്ന പോരെ? എടാ, നിന്റെ ആഗ്രഹങ്ങളിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? കാമുകിയുടെ വീട്ടിലെ കോഴിമോഷണം. വിവാഹവും ഫസ്റ്റ് നൈറ്റും പരലോകത്ത് വെച്ചെങ്കിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പട്ടിക്കോട്. പിന്നെ വടക്ക് ഭാഗത്തായി പൊട്ടക്കണുണ്ട്, അത് സൂക്ഷിക്കണം. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് പടിഞ്ഞാറ്റ് വഴി പോയാൽ മതി. അപ്പൊ ഓക്കെ. അല്ല മുരളി, നീ എവിടേക്കാ? അവളെ ഒന്ന് കാണാൻ. ഇപ്പൊ ഈ നേരത്തോ? അവൾ ഉറങ്ങുന്ന ഒന്ന് കാണാൻ. സുന്ദരിമാർ സ്വയം മറന്നുറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തം ഉണ്ടെന്നേ എവിടെയോ വായിച്ചിട്ടുണ്ട്. അയ്യോ. പോയിട്ട് നിനക്ക് ഞാനും വരാം. അയ്യടാ, അതെ നിനക്ക് ശരിക്കും വട്ടുണ്ടാവും. എടാ, അത് മുരളി. ഛേ, അവൻ പോയി. ഏതായാലും വന്നല്ലേ, നമുക്ക് പണി തുടങ്ങാം. കോഴിക്കോട് എവിടെ? കോഴിക്കോട് നിന്റെ വാടാ. എന്നെ സ്മെല്ല് പിടിച്ചോ? എനിക്ക് കോൾഡാ.